പണ്ട് 2010 +1 പഠിക്കുന്ന സമയം ഒരു തമിഴ് സിനിമയിലെ 2-3 പാട്ടുകൾ കേരളത്തിൽ ഭയങ്കര ഹിറ്റാവുന്നു. ഇതിൽ 2 പാട്ടുകൾക്ക് മഴയുമായി ഡയറക്റ്റ് ബന്ധമുണ്ട്. മൂന്നാമത്തെ പാട്ട് മഴയത്ത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ഒരു മഴ വൈബ്. അപ്പൊ ഇതേതാ പടം എന്ന് നോക്കിയപ്പോൾ സിനിമയുടെ പേര് പയ്യ. അഭിനയിച്ചിരിക്കുന്നത് താരതമ്യേന പുതുമുഖമായ ഒരു തമിഴ് നടൻ. ആളുടെ പേര് കാർത്തി. നമ്മുടെ സൂര്യയുടെ അനിയനാണ്. എനിവേസ് പാട്ടൊക്കെ കൊള്ളാമെങ്കിലും സിനിമ തിയേറ്ററിലൊന്നും പോയി കാണാൻ നിന്നില്ല. കാരണം പുതിയ നടനല്ലേ, നമുക്കുള്ള അറിയില്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ 1-2 വർഷങ്ങൾ കഴിഞ്ഞ് ഒരു റാൻഡം ഡേ TV ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ് ചാനലുകൾ എത്തിയപ്പോൾ സൺ TVയിലായിരുന്നു എന്ന് തോന്നുന്നു ഒരു രംഗം കണ്ടു. ചുറ്റും കുറെ വില്ലന്മാരും ഒത്ത നടുക്ക് നമ്മുടെ നായകന് നിൽക്കുന്നു. കാണുമ്പോഴേ അറിയാം ഇതൊരു ഫൈറ്റ് സീനിലുള്ള സെറ്റപ്പ് ആണെന്ന്. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഫൈറ്റ് സീനല്ലേ, സോ ഇതൊന്ന് കണ്ടുകളയാം, എന്നിട്ട് ചാനൽ മാറ്റാമെന്ന്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ, ഒരു പക്ക ആക്ഷൻ ബ്ലോക്ക്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന എന്റെ മുന്നിൽ എത്തിപ്പെട്ട ഒരു കറക്റ്റ് ഐറ്റം. ഇതിനിടയിൽ നമ്മുടെ നായികയെ കൂടി കാണിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എടാ, ഇത് നമ്മുടെ മറ്റേ പടമല്ലേ, നല്ല കിടിലൻ പാട്ടുകളൊക്കെയുള്ള ആ പടം. ഇതിൽ ഇത്ര കിടിലൻ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നും കരുതി ആ സിനിമ മുഴുവൻ കാണാനിരുന്നു. എന്താ ആ പടം. പിൽക്കാലത്ത് TVയിലും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ഒക്കെ പലതവണ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 3 ആക്ഷൻ ബ്ലോക്കുകളാണ് ഈ സിനിമയിലുള്ളത്. 3 നല്ല കിടിലൻ സംഗതികൾ. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നായകന് കുറച്ച് അധികം തല്ലി ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഒരു തമിഴ് സിനിമയിലെ നായകന് അതൊക്കെ താങ്ങാനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. സത്യത്തിൽ നമ്മുടെ കാർത്തിക് ഉള്ളത് ഒരുതരം ബേബി ഫേസ് ആണ്. പക്ഷെ ആക്ഷൻ സീൻസിൽ മൂപ്പര് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഒന്നൊന്നര എക്സ്പ്രഷൻസ് ആയിരിക്കും. പിന്നെ പുള്ളിയുടെ ഇടിക്ക് ഒരു പവറും നമുക്ക് ഫീൽ ചെയ്യും. എനിവേസ്, ആകെ മൊത്തം പറഞ്ഞ ഒരു പെർഫെക്റ്റ് കൊമേഴ്സ്യൽ സിനിമ. വലിയ യമണ്ടൻ കഥയൊന്നുമില്ല, പക്ഷെ 100% എന്റർടൈനിങ് ആയിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പൊ വീണ്ടും പറയുന്നു. ഇതൊക്കെ ചെയ്തു വെച്ച ലിങ്കോ അണ്ണൻ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ